അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നമ്മുടെ ക്ഷേത്ര വിശ്വാസങ്ങളിൽ ഹിന്ദുക്കൾ എല്ലാവരും വെജിറ്റേറിയൻ ആയിരിക്കണം എന്നൊന്നും നമ്മുടെ ശാസ്ത്രം പറയുന്നില്ല. മത്സ്യമാംസാദികളെ നമ്മൾ ഒരിക്കലും നിഷേധിച്ചിട്ടില്ല. പക്ഷേ ഓരോ സ്ഥലത്തും ഓരോന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് കള്ള് ഷാപ്പിൽ കൊടുക്കേണ്ടത് കള്ളാണ്, അതുകൊണ്ട് പോയിട്ട് സ്കൂളിൽ കൊടുക്കാൻ പറ്റില്ല. സ്കൂളിൽ അത് കൊടുത്താൽ പ്രശ്നമാണ്. 3 നേരം ബിരിയാണി കഴിക്കുന്ന ഹിന്ദുവും അമ്പലത്തിൽ അത് അനുവദിക്കുന്നില്ല. അതായത് മത്സ്യം വിറ്റ് നടക്കുന്നവനും മത്സ്യവുമായിട്ട് അമ്പലത്തിൽ കയറാറില്ല. അപ്പോൾ ഓരോ സ്ഥലത്ത് എന്ത് പ്രയോഗിക്കണം, ഓരോ സ്ഥലത്ത് എന്താണ് വേണ്ടത് എന്ന് ഒരു വ്യക്തിക്കറിയാം. വീട്ടിൽ ഒരാൾ വന്നാൽ എങ്ങനെ പെരുമാറണം, ആരാണ് കോലായിലിരിക്കേണ്ടത്, ആരാണ് ബെഡ്റൂമിലിരിക്കേണ്ടത്, ആർക്കാണ് അടുക്കളയിലേക്ക് പ്രവേശനം നമുക്കറിയാം. ഇതുപോലെ എന്ത് ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണം എന്ന് കമ്മ്യൂണിസ്റ്റുകൾ തീരുമാനിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ക്ഷേത്രങ്ങളിൽ ഇഫ്താർ വിരുന്ന് നടത്തുന്നു. ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പറയുന്ന മാംസഭക്ഷണം കൊടുക്കുന്നു. അതായത് അത് അനന്തപത്മനാഭന്റെ മണ്ണായാലും കുഴപ്പമില്ല, ഗുരുവായൂരപ്പന്റെ മണ്ണായാലും കുഴപ്പമില്ല. കാരണം ഗുരുവായൂരപ്പന്റെ ചെലവിൽ പ്രവർത്തിക്കുന്ന കോളേജിൽ പോലും ബീഫ് ഫെസ്റ്റ് നടത്തി. ആലോചിച്ച് നോക്കൂ, ഗോവിനെ അമ്മയായി കണ്ടുകരുതി ആരാധിക്കുന്ന സംസ്കാരം ഭാരതത്തിൻ്റെതാണ്, അത് RSSൻ്റെതല്ല. മഹാത്മാഗാന്ധി പോലും ഗോസംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് വാദിച്ചിട്ടുണ്ട്. 24 സംസ്ഥാനങ്ങളിൽ പശുവിനെ നിരോധിക്കുന്നതിന് നിരോധനമുണ്ട്, കൊല്ലുന്നതിന് നിരോധനമുണ്ട്. 21 സംസ്ഥാനങ്ങളിലും ഈ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് എന്നറിയണം. എന്നിട്ട് ആ ഗോമാതാവിനെ കൊന്നു തിന്നണം എന്ന് പറയുന്ന ഇവിടെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തപ്പെടുന്ന ക്ഷേത്ര പരിസരങ്ങളിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു മാംസാഹാരമാവാം. അതായത് നിങ്ങളുടെ വിശ്വാസത്തിന് ഞങ്ങൾക്ക് പുല്ലുവിലയാണ്, അനന്തപത്മനാഭനോട് ഞങ്ങൾക്ക് വലിയ സ്നേഹമില്ല. പിന്നെ അനന്തപത്മനാഭന്റെ കലവറയിൽ നിറഞ്ഞു കിടക്കുന്ന 25 ലക്ഷം കോടിയിൽ പരം രൂപയുടെ സ്വത്തിനോട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഔദാര്യമാണ്. ഇവിടുത്തെ ഒരു നേതാവിൻ്റെയും പണമല്ലത്. അനന്തപത്മനാഭന്റെ ദാസന്മാരായിട്ട് നാട് ഭരിച്ചവന്മാര് അവർക്ക് കിട്ടിയ സമ്പത്ത് മുഴുവൻ അനന്തപത്മനാഭന്റെ കാൽക്കൽ വീണ് വണങ്ങിയിട്ട് അവിടെ സമർപ്പിച്ച സ്വർണവും വൈരവും വൈഡൂര്യങ്ങളുമാണ് അവിടുത്തെ കലവറയിൽ നിറഞ്ഞിരിക്കുന്നത്. അതൊരു രാഷ്ട്രീയക്കാരൻ്റെയും സംഭാവനയല്ല എന്ന് മനസ്സിലാക്കണം. അത് ഹിന്ദുവിൻ്റെ മാത്രം സ്വത്താണ്. അതിലൊരാളും കണ്ണുവെക്കേണ്ടതില്ല എന്നുകൂടി പിണറായി സർക്കാർ മനസ്സിലാക്കുന്നെന്ന്. നമസ്തേ.